പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ കർത്താവ് നടത്തുന്ന വഴികൾക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഗോഡ് വി സെർവ്. നാം സേവിക്കുന്ന കർത്താവ് എത്ര വലിയവനാണ്. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ അത്ര വലിയൊരു കർത്താവിന്റെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ വിളിക്കും തെരഞ്ഞെടുപ്പിനുമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന് നന്ദി പറയാം. വാസ്തവത്തിൽ കൊലോസ്യ ലേഖനക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ രാജ്യത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുകയാണ്. മറന്നു പോകരുത്. എത്ര പേർ ഈ പ്രഭാതത്തിൽ പറയും, ഐ എം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ഞാൻ ദൈവ രാജ്യത്തിലാണ്. എന്നാൽ ദൈവവചനം നമ്മളെ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഇന്നലെ ഒരു സഹോദരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാൻ ഇടയായി. തൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങളാണ്, താൻ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളാണ്. എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ സംഭവം. പല കാരണങ്ങളുണ്ട്, അനേക കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ചില ചിന്തകൾ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാത്തിനും ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ സീസൺസ്. നമുക്ക് സീസൺസ് ഉണ്ട് അല്ലേ? നമ്മൾ ഈ വെളിയിലൊക്കെ ചെന്നാൽ 4 സീസൺസ് ഉണ്ട് അല്ലേ? വിന്റർ ഉണ്ട്, സമ്മർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഓട്ടം ഉണ്ട്. നോക്ക്, പല സീസണുകളുണ്ട്. അതുപോലെ തന്നെ ദൈവവചനം സീസണിനെ കുറിച്ച് പറയുന്നുണ്ട്, സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻ ദ ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റിക്സ്, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ അതിന് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് വ്യക്തമായി പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിൽ കാണുകയാണ്, പ്രൈസ്, യേശു ആത്മാവ് നിറഞ്ഞവനായി. നോക്കിയേ, ആ ഗലീലയിൽ നിന്ന് ആത്മാവിനെ ധരിച്ച കർത്താവ് സ്നാനമേറ്റപ്പോൾ he was full of Holy Spirit. ആത്മാവ് തന്നെ മരുഭൂമിയിലോട്ട് നടത്തി. ആത്മാവിൽ നിറഞ്ഞവനായി മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നു. he was full of Holy Spirit. എന്നിട്ടും പിശാച് എന്ത് ചെയ്തു? തന്നെ പരീക്ഷിച്ചു അല്ലെ? പിശാച് പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ കർത്താവ് ആ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും കർത്താവിന്റെ വചനം വെച്ച് ജയിക്കുന്നത് നമ്മൾ കാണാനിടയായിട്ടുണ്ട് അല്ലെ? അവസാനം പിശാചിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ വിട്ടുപോ എന്ന് പറയുമ്പോൾ, പ്ലീസ്, അവന് ഈ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തോട് നമ്മൾ പറയേണ്ടതുപോലെ പറയണം. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു വാക്കല്ലേ, പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് വേഗത്തിൽ ഓടിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നത്. നോക്ക്, യേശു ആ പറഞ്ഞ മാത്രയിൽ അവനെ വിട്ടുപോയി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ഞാൻ ആ വാക്ക് എന്നെ അതിശയിപ്പിച്ചു കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറച്ച് കാലത്തേക്ക് അവനെ വിട്ടുപോയി. എല്ലാ കാലത്തേക്കും അല്ല വിട്ടുപോയി, കുറച്ച് അപ്പോൾ ഈ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മളെല്ലാവരും നേരിടേണ്ടി വരും. പക്ഷേ സത്യം എന്താണെന്നറിയോ? അവന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും മാറത്തില്ല. വി ആർ ഫോർഗീവൺ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞതാണ്. ബിലീവ് ഇറ്റ് കേട്ടോ. ചിലരൊക്കെ പറയുന്ന എൻ്റെ കുറവ് കൊണ്ടാണോ? ഇന്നലെ ആ ബ്രദർ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ബ്രദർ എൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ? അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. പിശാച് നമ്മളോട് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം എന്നാന്നറിയാം, നിനക്ക് കുറവുണ്ട്, നീ കുറച്ചുകൂടെ ശരിയാകാനുണ്ട്, നീ കുറച്ചുകൂടെ നന്നാകാനുണ്ട്. പ്ലീസ്, എന്നാൽ കർത്താവിന് പറയാനുള്ളത്, നീ കുറവില്ല. ഐ ഹാവ് മെയ്ഡ് യു റൈച്ചസ്. ഞാൻ നിന്നെ നീതീകരിച്ചു. ഐ ഹാവ് മെയ്ഡ് യു റൈച്ചസ്. യാതൊരു കുറവുമില്ല. പ്ലീസ് നോക്ക്, ദൈവവചനം നമുക്ക് പറയുന്നത്, there is no condemnation for those who are in Christ Jesus. ക്രിസ്തുവിലുള്ളവർക്ക്
ഒരു ശിക്ഷാവിധിയും വിശ്വസിക്കുന്നുണ്ടോ? 8-ാം അധ്യായം അതിന്റെ റോമൻസ് 8:1 വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ താൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാ. അപ്പം എൻ്റെ അകത്ത് മുഴുവൻ പ്രൈസ് നോക്ക്, എൻ്റെ അകത്ത് മുഴുവൻ വസിക്കുന്നത് പ്രൈസ് നോക്ക് ശക്തിയാണ്, സ്നേഹമാണ്, പ്രൈസ് സുബോധമാണ്. എൻ്റെ അകത്ത് കർത്താവ് കർത്താവ് തന്നതാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ബിലീവ് ഇറ്റ്, വിശ്വസിച്ചോ, കുറവില്ല. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ, പ്രൈസ് അവനെ അനുസരിച്ച് നടക്കുന്നവർ, അവന്റെ വചനത്തിൽ അനുസരിച്ച് നടക്കുന്നവർ, പ്രൈസ്. അപ്പം പലരുടെയും ഒരു ചോദ്യമാണ്, ഫൈറ്റാണ്, then why all these are happening to me? ഞാൻ കർത്താവിലാണ്, എന്തുകൊണ്ടാണ്? പ്രൈസ്. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, there is a fight you have to go through. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാത്തിന്റെ അകത്തും ഒരു പോരാട്ടമുണ്ട്. അതാണ് ഈ എഫെസ്യ ലേഖനം, ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എപ്പിസൽ ഇൻ ദിസ് ബൈബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുന്നത്. ആ ലേഖനം നമ്മൾ ആദ്യത്തെ 1, 2, 3 ആ വാക്യങ്ങൾ, ആ പകുതി അധ്യായം വായിക്കുമ്പോൾ ഒരു ബിലീവറിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് പറയുകയാണ്. നോക്ക്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പ്ലീസ് നോക്കിയേ, കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ഹി ഹാസ് ചോസൺ യു. എനിക്ക് ആ വാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹി ഹാസ് ഹാൻഡ് പിക്ഡ്, ഹി ഹാസ് ചോസൺ യു, ഹി ഹാസ് അഡോപ്റ്റഡ് യു ഇൻ ടു ഹിസ് കിങ്ഡം. ദൈവരാജ്യത്തിലേക്ക് എന്നെ ദത്തെടുത്തു. ദത്തെടുക്കണമെങ്കിൽ അറിഞ്ഞിട്ടല്ലേ ദത്ത്. സാധാരണ നമുക്ക് എ ചൈൽഡ് ക്യാൻ ബി ബോൺ ബൈ മിസ്റ്റേക്ക്, അല്ലെ? നമുക്ക് ഒരു ചൈൽഡ് ബർത്ത് ഉണ്ടാകുന്നത് ചിലപ്പോൾ എപ്പോഴും പ്ലാൻ ചെയ്തിട്ടല്ല ഒരു കുഞ്ഞുണ്ടാകുന്നത്, അല്ലാതെ കുഞ്ഞുണ്ടാകാം. പക്ഷേ അഡോപ്ഷൻ ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് ബൈ മിസ്റ്റേക്ക്. അവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തു യേശുവിൽ നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ് ദൈവരാജ്യത്തിലേക്ക്. ഞാൻ എത്ര പേർ പറയും, ഐ ആം അഡോപ്റ്റഡ് ഇൻ ടു ഹിസ് കിങ്ഡം. എന്നെ തെരഞ്ഞെടുത്തു. 800 കോടി ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തു, എന്നെ തെരഞ്ഞെടുത്തു. ഐ എം അഡോപ്റ്റഡ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാക്കി എന്നെ തീർത്തു. എന്നിട്ട് 1-ാം അധ്യായം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോടും നിങ്ങൾ നിറഞ്ഞ് വരണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാരിൽ നിങ്ങൾക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നൊന്ന് അറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് എന്തുണ്ട് പ്രൈസ്, ഞാൻ വിൽഫുള്ളി ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധിക്കും. എന്തൊക്കെ നോക്ക്, ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ we will get excited. നമുക്ക് ഭയങ്കരമായ ധൈര്യവും അസാധാരണമായ ധൈര്യവും ഉത്സാഹവുമാണ് ദൈവത്തിന്റെ വചനം തരുന്നത്. നോക്ക്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് സാധിക്കും. ഐ എം മോർ ദാൻ എ കോൺകറർ. എന്നെ നോക്ക്, അവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്നിലെ ഒരു ജയാളിയാണ്. ആ ദൈവവചനം പൗലോസ് അപ്പോസ്തലന്റെ ഓരോ വാക്കുകളിലും ഒരു ജയാളിയെ പ്രതിബിംബിക്കുന്നതാണ്. Then why all this hardship is happening? എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങൾ? എന്താണ്? How I can overcome this? എങ്ങനെ എനിക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും? ഈ ലോകത്തിൽ യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്കാണ് എങ്കിലും. ഈ പല വാക്യങ്ങളുടെയും അവിടെ ഒരു കണക്റ്റിംഗ് വേർഡ് ഉണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നോക്കിയേ, എന്റെ കർത്താവ് ലോകത്തെ ജയിച്ചതാണെങ്കിൽ ക്രിസ്തു യേശുവിന്റെ കാൽവറി ക്രൂശിൽ കൂടെ എനിക്കൊരു ജയാളിയായി ജീവിക്കാനുള്ള സാധ്യതകൾ ദൈവവചനം എനിക്ക് വാഗ്ദത്തം ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും. അതിന് എതിരെ വരുന്ന അതിനെ വരുന്ന സാഹചര്യങ്ങളെ ഞാൻ എങ്ങനെയാണ് നേരിടുന്നത്? അതാണ് എഫെസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 6:10 പറയുന്ന ഒരു വാക്കുണ്ട്, ഒടുവിൽ
ഒടുവിൽ എനിക്ക് ആ വാക്ക് ഫൈനലി ബ്രദറൻ, ഒടുവിൽ നിങ്ങൾക്ക് ഈ പ്രോമിസുകളൊക്കെ നിങ്ങൾക്ക് കിടക്കുകയാണ്. നിങ്ങളൊരു ദൈവ പൈതലാണ്, നിങ്ങളെ അഡോപ്റ്റ് ചെയ്തതാണ്. ഹി ഹാസ് മെയ്ഡ് യു എ ചൈൽഡ്. ക്രിസ്തു യേശുവിനോടുകൂടെ നിങ്ങൾ കൂട്ടവകാശിയാണ്, നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ്. പക്ഷേ ഇതെല്ലാം ഓൾ ദീസ് തിങ്സ് വിൽ ഫോളോ യു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഇന്ന് ഞാൻ ഈ മെസ്സേജിന് ഇട്ടിരിക്കുന്നത് അവിടെ താഴോട്ട് അതിന്റെ 10-ാം വാക്യം മുതൽ 10-11 ആ ദൈവത്തിന്റെ സർവായുധ വർഗം എങ്ങനെയാണ് ഞാൻ ശക്തിപ്പെടുന്നത്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുന്നതിനെ പറ്റി അവിടെ എഴുതിയിരിക്കുകയാണ്. 6:10 ഇങ്ങനെയാണ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അതിന്റെ 11-ാം വാക്യം പറയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട്. നമുക്ക് നിശ്ചയമായിട്ടും ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മള് നോക്കുക, നമ്മുടെ വാളും പരിചയം തോക്കുമൊന്നും ആയിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഞാൻ ഇന്ന് തലക്കെട്ടിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, there are weapons to take. നമ്മൾ എടുക്കേണ്ട ആയുധങ്ങളുമുണ്ട്, നമ്മൾ ധരിക്കേണ്ട ആയുധങ്ങളുമുണ്ട്. ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു വ്യക്തി ധരിക്കുന്ന ഒരു ആയുധങ്ങളുണ്ട്, താൻ എടുക്കുന്ന ചില ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നമ്മൾ എടുക്കേണ്ട ആയുധങ്ങളും നമ്മൾ ധരിക്കേണ്ട ആയുധങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. നോക്കിക്കേ, ആ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഡെയിലി ഡിസിപ്ലിൻ. മനസ്സിലായോ? ഇത് ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രൈസ് നോക്ക്, ആ കർത്താവിന്റെ സർവായുധ വർഗം ധരിച്ചു വേണം നമ്മൾ നോക്ക്. വീട്ടിലുള്ള ഡ്രസ്സുമായിട്ടാണോ നമ്മൾ പുറത്തോട്ട് പോകുന്നത്? അല്ലെ, പുറത്തോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഒരു ബെറ്റർ ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യും. കാരണം നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പോകുകയാണ്, നമുക്ക് ഒത്തിരി പേരെ ഫേസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ചേഞ്ച് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഒരു ദൈവ പൈതൽ എപ്പോഴും ധരിക്കേണ്ടത് ഇറ്റ്സ് എ ഡിസിപ്ലിൻ ഓഫ് ലൈഫ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ഒരു ഡിസിപ്ലിൻ ആണ്. നോക്ക്, അവിടെ എഴുതിയിരിക്കുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. ഇത് എല്ലാ ദിവസവും ധരിക്കേണ്ടതാണ്. പ്രൈസ്. കാരണം എന്നാന്നറിയോ? ഹി ഹാസ് ട്രിക്സ്. കൊലോസി ലേഖനക്കാരൻ പറയുകയാണ്, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചതാണ്, നമ്മളെ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് ഈ ലോകത്താണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പിശാച് പല തന്ത്രങ്ങളുമായിട്ട് എന്റെ നേരെ വരുന്നുണ്ട്. ഐ ഹാവ് എ ഫൈറ്റ് ടു ഫൈറ്റ്. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. എനിക്ക് ചലഞ്ചസ് ഒത്തിരി ഉണ്ടായിരുന്നു, വിട്ടു പോകേണ്ട സമയങ്ങൾ ഉണ്ടായിരുന്നു, സുവിശേഷ വേലയിൽ സ്റ്റോപ്പ് വന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു, കൊടുങ്കാറ്റ് എന്നെ പിടിക്കാൻ നോക്കി, എനിക്ക് ഒത്തിരി എതിരുണ്ടായിരുന്നു, പലപ്പോഴും എനിക്ക് അടിയേറ്റു, പലപ്പോഴും നിന്നയേറ്റു, പരിഹാസമേറ്റു, ഞാൻ നഗ്നനായി, പലപ്പോഴും കപ്പൽ ഛേദത്തിലായി, ഞാൻ വെള്ളത്തിൽ കഴിയേണ്ട സമയം വന്നിട്ടുണ്ട്, എനിക്ക് പട്ടിണി ഉണ്ടായ സമയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. നോക്കി, ഒത്തിരി ആപത്തുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. തന്റെ ആപത്തുകളെയൊക്കെ താൻ കൊരിന്ത്യ ലേഖനത്തിൽ താൻ വളരെ വിവരിക്കുന്നുണ്ട്. ബട്ട് ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. ഞാൻ നല്ല പോർ പൊരുതി. പ്രൈസ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവവചനം എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ സർവായുധ വർഗം. നമ്മൾ ശരിക്കും ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് പോലെയാണ് ഈ ലോകത്ത് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ജയിച്ച യുദ്ധത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്. പ്രൈസ്. നമ്മൾ അതിന്റെ മേൽ ജയിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കർത്താവ് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും ദൈവവചനം നമുക്ക് തരുന്ന ധൈര്യമാണ്. എല്ലായിടത്തും റിയലി ബിലീവ് ഇറ്റ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം എന്നെ ജയോത്സവമായി നടത്തും. പ്രൈസ്. ഓൾവേസ് ദൈവവചനം പറയും, ഓൾവേസ്, എപ്പോഴും. ചിലയിടത്തൊക്കെ തോക്കുമെന്ന് ദൈവവചനം എങ്ങും പറഞ്ഞിട്ടില്ല. യു ക്യാൻ ബി എ വിക്ടർ ഓൾവേസ്. ഇൻ എവറി പ്ലേസ് യു ക്യാൻ ബി എ വിക്ടർ. എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഒരു ജയാളിയായി ജീവിക്കാൻ പറ്റും. പ്രൈസ്. ദാറ്റ്സ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ വാളും പരിചയം തോക്കും എടുക്കുന്ന ജീവിതമല്ല. പ്രൈസ്. നോക്കിയേ, വി ഹാവ് അനദർ ആർമർ. ദൈവത്തിന്റെ സർവായുധം
വർഗമാണ് ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്നത്. അതെന്താണ്? അതിന്റെ താഴെ പറയുകയാണ്, അതിന്റെ 12-ാം വാക്യം പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവര് എനിക്കിട്ട് ചെയ്യുന്നു, അവരെന്നെ ഉപദ്രവിക്കുന്നു, അവരെന്നോട് എതിർത്ത് നിൽക്കുന്നു, അവർ കാരണം എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല. എൻ്റെ ഓഫീസിൽ എൻ്റെ സുപ്പീരിയർ എനിക്ക് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. നമ്മൾ പലപ്പോഴും വി സീ എ പേഴ്സൺ, ബട്ട് ദേർ ഇസ് നോക്കിയേ ഇൻവിസിബിൾ പേഴ്സൺ ബിഹൈൻഡ് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയുടെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് പിശാച്. അവനെ കുറിച്ച് യേശു പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ അറുപ്പാനും മുടിപ്പാനും അവൻ മോഷ്ടിക്കാനും വരുന്നു, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ തരാനും സമൃദ്ധിയായി ജീവൻ തരാനുമാണ്. പ്ലീസ്, നമ്മൾ പലപ്പോഴും അവരുമായിട്ട് എതിർക്കാൻ നമ്മൾ നോക്കുകയാണ്. അവരുമായിട്ടല്ല എതിർക്കേണ്ടത്. ദൈവവചനം ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വ്യക്തികളോടല്ല, മനുഷ്യനോടല്ല. ദ പീപ്പിൾ ആർ നോട്ട് അവർ എനിമീസ്. മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. പലരും പറയുന്ന അവരല്ലെന്നേ. പ്ലീസ്, there is an invisible person behind them. അവരുടെ പിന്നിൽ എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയായിട്ടാണ് ഫൈറ്റ്. പ്ലീസ് നോക്കിയ മനുഷ്യനോട് ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? സ്ട്രീറ്റ് ഫൈറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തിലും വയലൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അത് മുഷ്ടി ചുരുട്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് വെപ്പൺ എടുത്ത്, തോക്കായിരിക്കും, കത്തിയായിരിക്കും, കടാരിയായിരിക്കും ഒക്കെ എടുത്തായിരിക്കും അവർ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ യുദ്ധം അങ്ങനെയുള്ള യുദ്ധമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും മാത്രമേ. there is a spirit behind every. ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്, ചിലർ പറയും ഡെറ്റാണോ, സാമ്പത്തികമായ, there is an evil spirit. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ പിന്നിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഒരു രോഗമാണോ? നോക്കിയേ, യേശു അവനിലെ രോഗാത്മാവിനെ ശാസിച്ചു എന്ന് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കി. ചില സ്ഥലത്ത് അവനിലെ രോഗാത്മാവിനെ സൗഖ്യമാക്കി. ചില രോഗാത്മാവിനെ കർത്താവ് ശാസിക്കുകയാണ്. ആ ചന്ദ്രരോഗിയെ കൊണ്ടുവന്നപ്പം കർത്താവ് എന്നാ ചെയ്ത്? ഭൂതത്തെ പുറത്താക്കിയത്. അവന്റെ ഉള്ളിലെ ഈവിൾ സ്പിരിറ്റിനെയാണ് പുറത്താക്കിയത്. ഗദരദേശത്ത് ചെന്നപ്പം ആ ഈവിൾ സ്പിരിറ്റിനെയാണ് പുറത്താക്കിയത്. നോക്ക്, കല്ലറകളിൽ കഴിയുന്ന ഒരു വ്യക്തി ആ ഗദരദേശത്ത് അവന്റെ ഈവിൾ സ്പിരിറ്റിനെ കർത്താവ് പുറത്താക്കുക. ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ പിന്നിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. ദൈവവചനം പറയുകയാണ്, അവന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്ര ദൈവപുത്രൻ വന്നത്. ആ പിശാചിന്റെ പ്രവൃത്തികളുടെ മേലാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് അധികാരം തന്നിരിക്കുന്നത്. നോക്ക്, യു ഹാവ് എൻ അതോറിറ്റി. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ എല്ലാവിധ ദീനങ്ങളും വ്യാധികളും പൊറിപ്പിപ്പാൻ അവർക്ക് അധികാരം കൊടുത്തു. കർത്താവ് അവരോട് പറഞ്ഞത്, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. നോക്കി എത്ര കൊടുത്തിരിക്കുന്ന അധികാരം നോക്കി. ആ ഈവിൾ പവറിനെതിരെ അതാ അവര് തിരിച്ചു വന്നപ്പം നോക്കി, അവര് സന്തോഷത്തോടെ കർത്താവിന് പറയുകയാണ്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. പറയട്ടെ, ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തിൻ്റെ അകത്തും, അത് സാമ്പത്തിക വിഷയമാണോ, അത് ആരോഗ്യത്തിന്റെ വിഷയമാണോ, അതൊരു ഫാമിലി പ്രോബ്ലം ആണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വിഷയമാണോ, അതിന്റെ എല്ലാം പിന്നിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. നമുക്ക് ചിലപ്പോൾ മനുഷ്യരെ ആയിരിക്കും, അവർ ചെയ്യുന്നു എന്നായിരിക്കും കാണുക. നമ്മള് നോക്കിയേ, നമ്മള് യുദ്ധം ചെയ്യുന്ന എന്നിട്ട് മനുഷ്യരുമായിട്ട് അവരങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഉയർച്ചയില്ലാത്ത. അവരല്ല. There is a person, invisible person behind them. അവരുടെ പിന്നിൽ എനിക്കും നിങ്ങൾക്ക് കാണാത്ത ഒരു വ്യക്തി. നമ്മുടെ ഫൈറ്റ് അവരുമായിട്ടാണ്, നമ്മുടെ പോരാട്ടം അവരുമായിട്ടാണ്. നമ്മുടെ പോരാടുന്നത് തോക്കും കത്തിയും വെച്ചല്ല. നമ്മൾ പോരാടുന്നത് നോക്കിയേ, ആത്മാവിന്റെ ചില ആയുധങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അവിടെ ദൈവവചനം എഴുതിയിരിക്കുകയാണ്. അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു, അതുകൊണ്ട് ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽപ്പാനും സകലതും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ധരിക്കേണ്ടതുമുണ്ട്, എടുക്കേണ്ടതുമുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സർവായുധ വർഗം
എടുത്തുകൊള്ളി. ഈ പലപ്പോഴും നമുക്ക് അൺസീനായിട്ട്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഈ യൂട്യൂബിൻ്റെ അകത്ത് ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ചുമ്മാ ഒരു പറ്റിക്കുന്ന ഗെയിമാണ്. ഈ രണ്ട് പാത്രം ഇങ്ങനെ വെച്ച്, രണ്ട് ബക്കറ്റ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ബക്കറ്റിന്റെ അടിയിൽ ഒരു ബോളുണ്ട്. ആ ബക്കറ്റിന്റെ അടിയിൽ ഒരു ബോളുണ്ട്. അവരിത് ഇങ്ങനെ ടേൺ ചെയ്യുക. അവരിങ്ങനെ ടേൺ ചെയ്യുമ്പോഴത്തേക്ക് പ്രൈസ് നോക്ക് കാണാം ഇങ്ങനെ ടേൺ ചെയ്യുന്ന. അപ്പൊ ഏത് ബക്കറ്റിന്റെ, ഒരു ബക്കറ്റിന്റെ അകത്ത് ഒരു ബോൾ വെച്ചിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുന്നത്. അപ്പൊ അവരെ കാണിക്കുന്നുണ്ട് ഇന്ന ബക്കറ്റിന്റെ അകത്ത് ബോൾ എന്ന് കാണിക്കുക. പക്ഷെ അപ്പം അതിനെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ബക്കറ്റിന്റെ അകത്ത് ബോളുണ്ട്. എല്ലാവരും കൂടെ ആ ബോളുള്ള ബക്കറ്റിൽ ബെറ്റ് ചെയ്യും. ബെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദേ ലൂസ്. എന്തുകൊണ്ടാണ് അവർ ലൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ആ ടേബിൾ, അവർ വെച്ചിരിക്കുന്ന ടേബിളിന്റെ അടിയിൽ ഒരാളുണ്ട്. ആ ബോൾ എടുത്ത് അടുത്ത ട്വിസ്റ്റ് വരുമ്പോൾ ഇപ്പുറത്തെ ബക്കറ്റിന്റെ അടിയിലോട്ട് ഇതിടുക. നോക്കിയേ, അതാ ഞാൻ പറഞ്ഞു, ഇൻവിസിബിൾ ഫൈറ്റ്. കാണാത്ത മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്ലീസ്, നമ്മൾ കാണുന്ന മണ്ഡലത്തിലുള്ള വിഷയങ്ങളുടെ അകത്ത് കാണാത്ത മണ്ഡലത്തിൽ ചില ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. നമുക്ക് എപ്പോൾ മനസ്സിലായോ? നമുക്ക് പോരാട്ടമുള്ളത് അതുമായിട്ട്, ആ വിഷയവുമായിട്ടാണ് നമ്മുടെ വിഷയം. അവനുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. നോക്കിയേ, പീപ്പിൾ ആർ നോട്ട് അവർ എനിമീസ്. മനസ്സിലായ, മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ അവര് ചെയ്തു, ഇവര് ചെയ്തു, ആ വീട്ടുകാരങ്ങനെ ചെയ്തുകൊണ്ടാണ്. മനുഷ്യരെ എപ്പോഴും നമ്മൾ പറയുന്നത് മനുഷ്യരല്ല. പ്ലീസ് നോക്കിക്കേ, ബിഹൈൻഡ് ദ സീൻ, ബിഹൈൻഡ് ദ കർട്ടൻ, ആ ടേബിളിന്റെ അടിയിൽ ഒരാൾ ഇരിപ്പുണ്ട് ഈ ബോൾ ഇങ്ങനെ മാറ്റാൻ വേണ്ടി. പ്ലീസ്, ഹി ഈസ് ഇൻവിസിബിൾ. കാണാൻ പറ്റുന്നില്ല. നിൽക്കുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഇത് തിരിക്കുന്ന സമയത്ത് പുള്ളി അടിയുന്ന ഈ ബോൾ മാറ്റി, ബോൾ എടുത്ത് പുള്ളി റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തേലോട്ട് വെക്കുകയാണ്. നോക്ക്, ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന പല വിഷയങ്ങളും. ഇതുപോലെയാണ്. ഇവിടെ ദൈവവചനം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് ഒന്നാമത്തേത്, നിങ്ങൾക്ക് അരയ്ക്ക് സത്യം കിട്ടി. ബി ട്രൂത്ത്ഫുൾ ടു എവരി വൺ. കേട്ടോ, നമ്മള് നോക്കിയേ, നമ്മളെ ഗോഡ് ഹാസ് മെയ്ഡ് us റൈച്ചസ്. എന്നെ നിങ്ങളെയും കർത്താവ് നീതീകരിച്ചു. അവന്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും കഴുകി ശുദ്ധീകരിച്ചു. പിന്നെ നമ്മുടെ അകത്തും പുറത്തും ഒരുപോലെ ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ അകത്ത് വെച്ചോണ്ട് വേറൊരു രീതിയിൽ നമ്മൾ പുറത്ത്, നമ്മൾ രണ്ട് മുഖം മൂടിയിട്ട് നടക്കേണ്ടവരല്ല. നമുക്ക് മുഖം മൂടികളില്ല. പ്ലീസ്, ഇവിടെ നോക്കിയ ചിലപ്പോൾ ചിലർ പറയും, അത്ര അങ്ങ് വിശുദ്ധനായാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. അത്ര വിശുദ്ധനായാൽ ലോകത്ത് ജീവിക്കാം. പ്രൈസ് നോക്കിയേ, ഞാൻ ഈ ലോകത്തല്ലല്ലോ ജീവിക്കുന്നത്, ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ തലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ളവരല്ല എന്റെ സപ്ലയർ. എന്റെ നന്മയും എന്റെ അനുഗ്രഹവും വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഐ ഹാവ് എ സപ്ലയർ ഇൻ ദ മോസ്റ്റ് ഹൈ. ആ സ്വർഗീയ തലങ്ങളിൽ എനിക്ക് വേണ്ടതെല്ലാം നൽകി തരുന്ന ഒരു പിതാവ്. ഐ ബിലീവ് ഇൻ ഹിം. ഞാൻ അവന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇവിടെ ദൈവവചനം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് അരയ്ക്ക് സത്യം കെട്ടിയും. ഓൾവേസ് ബി ട്രൂത്ത്ഫുൾ. നമ്മൾ പറയുമല്ലോ, തല പോകുന്ന കാര്യമാണെങ്കിലും സത്യം വിട്ടൊരു കാര്യം ചെയ്യാം. അങ്ങനെ ആയിരിക്കണം. അതൊരു ജീവിത മുദ്രയായിരിക്കണം. നിങ്ങളുടെ വാക്ക് ഉവ്വെന്ന് ദൈവവചനം പറയാം. നിങ്ങളുടെ വാക്ക് ഉവ്വെന്നിരിക്കട്ടെ. എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉവ്വെന്ന് പറഞ്ഞാൽ അതൊരു ഉവ്വ്. പ്ലീസ്, കറക്റ്റ്, അത് അങ്ങനെയാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അതിന്റെ രണ്ട് മനസ്സുണ്ടാകരുത്. ഒന്ന്, അരയ്ക്ക് സത്യം കെട്ടിയും. പ്ലീസ്, ഈ റൈച്ചസ്നെസ് എന്നൊരു വാക്കിന്റെ അർത്ഥം റൈറ്റ് സൈഡ് അപ്പ് എന്ന. റൈറ്റ് സൈഡ് അപ്പ്. നോക്ക് നമുക്ക് കള്ളങ്ങളില്ല. എല്ലാം നമ്മുടെ ജീവിതം തുറന്ന ജീവിതങ്ങളാകട്ടെ. മറ്റുള്ളവരുടെ അകം നോക്കിയാലും നമ്മുടെ പുറം നോക്കിയാലും നമ്മൾ ഒരുപോലെ ആയിരിക്കണം. നമുക്ക് വി ഷുഡ് ഹാവ് നത്തിങ് ടു ഹൈഡ്. ഒന്നും മറച്ചു വെക്കാനില്ലാത്ത പ്ലീസ് അങ്ങനെ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവിനോട് ചോദിച്ചാൽ മതി. ഹി വിൽ ഗിവ് യു. അതിനുള്ള കൃപ തരും. അതാ പൗലോസ് ആദ്യത്തെ ഓപ്പണിംഗ് വേഴ്സിൽ 10ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. കർത്താവിലും അവന്റെ അമിതബലത്തിലും എന്തിയെ ശക്തിപ്പെട്ടാൽ മതി. അഭിഷേകത്തിൽ നിറഞ്ഞാൽ മതി. ആ അഭിഷേകത്തിൽ നിറയുമ്പോൾ ഇതിനെല്ലാം ഉള്ള കൃപ എന്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും തരും. നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം. നോക്ക്, നീതി എന്ന കവചം എന്ന് ബ്രസ്റ്റ് പ്ലേറ്റ് ആണ്. നോക്ക്, ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നോക്കിയ ഈ യുദ്ധത്തിന് പോകുന്നവർ ബ്രസ്റ്റ് പ്ലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സ്ഥലം അല്ലെ? എവിടെയാ? ഹൃദയം.
സ്പിരിച്വൽ ലൈഫിലും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സ്ഥലം നമ്മുടെ ഹൃദയമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നല്ല സമാധാനമുള്ള ഹൃദയം, നല്ല സന്തോഷമുള്ള ഹൃദയം, കളങ്കമില്ലാത്ത ഹൃദയം, അങ്ങനെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കാൻ പറ്റും. ഞാൻ എൻ്റെ വിശുദ്ധിയിലല്ല ജീവിക്കുന്നത്, അവൻ എനിക്ക് തന്ന വിശുദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മിടുക്കലും കഴിവുകളുമല്ല. നോക്ക് കർത്താവെ, അവിടെ നിന്ന് എനിക്ക് കൃപ തന്നിരിക്കുന്നു. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. നോക്ക് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഒന്ന് അരയ്ക്ക് സത്യം കെട്ടിയും, 2 നീതി. ലെറ്റ് us be righteous. നോക്ക്, എല്ലാ കാര്യത്തിലും നീതിയുള്ള, അവിടെ എഴുതിയിരിക്കുന്ന അരയ്ക്ക് സത്യം, നീതി എന്ന കവചം ധരിച്ചു. ആ കവചം, ആ ബ്രസ്റ്റ് പ്ലേറ്റ് നമ്മുടെ മുഖമുദ്രയായിരിക്കണം. അവരെ കാണുന്ന ആ വ്യക്തി അങ്ങനെ പറയണം, ഹീസ് ദ ബെസ്റ്റ് പേഴ്സൺ എന്ന് മറ്റുള്ളവർ പറയണം. നമ്മള് ഭയങ്കര വിശുദ്ധരാണെന്നും ബെസ്റ്റ് ആണെന്നും ഒക്കെ നമ്മൾ തന്നെ പറയുന്നതല്ല, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന, ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ റിയൽ ഞാൻ. പ്ലീസ്, അവരെന്ത് കാണുന്നു, എന്നെ കാണുമ്പോൾ അവരെന്നെ കാണുന്നത്, ഞാനുമായിട്ട് അവർ മിങ്കിൾ ചെയ്യുമ്പം അവര് എന്താണ് എന്നിൽ നിന്ന് കാണുന്നത്, അതായിരിക്കണം പ്ലീസ് ഏറ്റവും ബെസ്റ്റായിട്ട്. അരയ്ക്ക് സത്യം കെട്ടിയും, ഇവിടെ പറയാണ് നീതി എന്ന കവചം ധരിച്ചും. എന്നിട്ട് പറയാണ് സമാധാന സുവിശേഷം, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പായി. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഓടാനും, കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകാനും, പ്ലീസ് കർത്താവിന്റെ വചനത്തിൽ നോക്കി ഉറച്ചു നിൽക്കാൻ, ആ സുവിശേഷത്തിന്റെ ആ ചെരുപ്പ് ധരിച്ച്. ഒക്കെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത്. ഒരു സുവിശേഷം എന്ന് പറയുന്ന, ഈ പലരും സംശയിച്ചിട്ടുണ്ട്, സുവിശേഷം എന്ന് പറയുന്ന മതം മാറ്റമല്ല. ഒരു വ്യക്തിയുടെ മതം നമുക്ക് അങ്ങനെ മാറാൻ സാധിക്കത്തില്ല. മനസ്സ് മാറുന്നതാണ്, കർത്താവിനെ ഈ ക്രിസ്തുവിലാകുന്നതാണ്, യേശുവിലാകുന്നത്. അതാ സുവിശേഷം. നിങ്ങൾ കടന്നു പോകുന്ന ആ വിഷയങ്ങളിൽ നിങ്ങൾ തുടർന്ന് കടന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്. ഈ ലോകത്തിൽ തീരുന്ന ഒരു ജീവിതമല്ല, ഈ ലോകത്തിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള അറിയിപ്പാണ് സുവിശേഷം. നോക്ക്, യേശുക്രിസ്തു എന്താ സുവിശേഷം? എന്റെ കർത്താവ് മടങ്ങി വരുന്നുണ്ട്. നോക്ക്, യേശുക്രിസ്തു ഇനിയും വേഗത്തിൽ മടങ്ങി വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, തനിക്ക് വേണ്ടി ഹൃദയം കൊടുത്തവർ, തന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, നീതീകരിക്കപ്പെട്ടവർ, അവരെയെല്ലാം, അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ എല്ലാം ചേർക്കാൻ കർത്താവ് മടങ്ങി വരുന്നു. ഇതിന്റെ ഒരു അറിയിപ്പാണ് സുവിശേഷം. ഞാൻ കോഴഞ്ചേരിയിലാണ്. അപ്പൊ ഈ കോഴഞ്ചേരി ഭാഗത്ത് ഒക്കെ ഈ ഡാം അഴിച്ചുവിടുന്നതിന് മുമ്പേ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നോക്ക്, മൂഴിയാർ ഡാം ഇപ്പം അഴിച്ചുവിടാൻ പോവുകയാണ്, പമ്പ ഡാം അഴിച്ചുവിടാൻ പോവുകയാണ്. അപ്പൊ ഈ ചുറ്റുപാടുമുള്ള ദേശത്തെല്ലാം മൈക്ക് കെട്ടി എന്ത് ചെയ്യും? അവർ അനൗൺസ് ചെയ്യാൻ തുടങ്ങും. പഞ്ചായത്ത് എന്ത് ചെയ്യും? അനൗൺസ് ചെയ്യും. ആറിന്റെ അടുത്ത് കൂടെ നിൽക്കുന്നവർ ജാഗ്രത പുലർത്തണം, ഡാം അഴിച്ചുവിടാൻ പോകുന്നു എന്ന് അനൗൺസ്മെന്റുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ അനൗൺസ്മെന്റ് ആണ് സുവിശേഷം. പ്ലീസ്, ഒരു കത്തുന്ന ദിവസം വരുന്നുണ്ട്. പ്ലീസ്, ഈ ലോകം നോക്കി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇത് കത്തിപ്പോകും. കഴിഞ്ഞ ദിവസം ഇലോൺ മസ്കിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇലോൺ മസ്ക് പറയാണ്, ഇത് എന്തുകൊണ്ടാണ് ഈ ചൊവ്വ എക്സ്പെഡിഷൻ ഒക്കെ നടത്തുന്നത്? എങ്ങനെയും ഇവിടുത്തെ ആൾക്കാരെ ചൊവ്വയിലോട്ട് ഒരു ദിവസം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുക്കണം. കാരണം ഈ ഭൂമി കത്തിപ്പോകും. അവര് എന്റെ പൊന്നെ, ഇത് സയന്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്യേണ്ട. ദൈവവചനത്തിലോട്ട് നോക്കിക്കേ, ആദിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. And it will, വലിയൊരു തീ വരുന്നുണ്ട്. നോക്ക്, അതിനു മുമ്പേ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അവന് വേണ്ടി കർത്താവ് അതിനു മുമ്പേ മടങ്ങി വരും. ജീസസ് ക്രൈസ്റ്റ് വിൽ കം ബാക്ക് എനി ടൈം. നോക്ക്, കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് മറ്റുള്ളവരും അറിയിക്കുന്നതിന്റെ പേരാണ് സുവിശേഷം. വെള്ളം പൊങ്ങുമെന്ന് അറിയിക്കുകയാണ്, കരയിലുള്ളവര് ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഒരു ജാഗ്രതയാണ് സുവിശേഷം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കരയിലുള്ളവർ മാറിക്കോണം, അവിടുന്ന് മാറിക്കോണം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുത്തിക്കോണം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ, തള്ളപ്പെട്ടു പോയല്ലോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇത് നമ്മൾ കേട്ടവനാണ്, ഇത് മുഴങ്ങുന്നതാണ് സുവിശേഷം. അങ്ങനെ കർത്താവിന്റെ വഴിയിൽ ജീവിതം കൊടുക്കും. മതം മാറുന്നൊന്നുമല്ല. ആർക്കും മതം മാറാൻ പറ്റുന്നത്? മതം മാറുന്നൊന്നുമല്ല. ആരും മതം മാറണ്ട.
പ്രീസ്, ഇതാണ് സുവിശേഷം. യേശുവിന്റെ കയ്യിൽ ജീവിതം കൊടുക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും സേഫസ്റ്റ് ഹാൻഡിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് സുവിശേഷം. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ പല കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കാൻ നോക്കുകയാണ് അല്ലേ. ഈ ലോകത്തിൽ മാത്രമല്ല, പ്രീസ്, വരാനിരിക്കുന്ന ലോകത്ത് നോക്കിയേ, അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഡ്വെല്ലിംഗ് പ്ലേസ്, എന്റെ കർത്താവ് ഡെല്ലിംഗ് പ്ലേസ് അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രീസ്, നോക്ക്, യോഹന്നാന്റെ സുവിശേഷം 14 എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ പോകുന്നു. ആ വീടെല്ലാം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അതിന്റെ പേരാ സുവിശേഷം. പ്ലീസ് നോക്ക്, ആ സത്യസുവിശേഷം, ഇവിടെ വചനം പറയുകയാണ്, സത്യസുവിശേഷം കാലിന് ചെരിപ്പായും. എന്നിട്ട് പറയുകയാണ്, എല്ലാറ്റിലും മീതെ, എബവ് ഓൾ, എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ഇന്നലെ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസം എന്ന പരിച നോക്ക്, ധരിക്കേണ്ടതുണ്ട്. ബ്രസ്പ്ലേറ്റ് ധരിക്കേണ്ടതായിരുന്നു, ഇത് എടുക്കേണ്ടതാണ്. വിശ്വാസം എന്ന പരിച എടുത്തു നിൽപ്പീൻ. പിശാചിന്റെ തീയമ്പുകൾ, ഫയറി ഡാർട്സ്, ഈ തീയമ്പുകൾ എന്ന് പറയുന്നത് നോക്ക്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പഴയകാല യുദ്ധത്തിന് ഈ ഇൻഫ്ലെയിമബിൾ ആയിട്ടൊരു ഒരു തുണിയിലൊക്കെ എന്തെങ്കിലും ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഓയിലിൽ മുക്കിയിട്ട് അറ്റത്ത് തീ കത്തിച്ച് അമ്പ് അയക്കും. ആ അമ്പിന് ആരെയും കൊല്ലാനുള്ള ശക്തിയില്ല, ആ അമ്പിന് ആരെയും ദ്രോഹിക്കാനുള്ള ശക്തിയില്ല. പക്ഷെ തീയമ്പുകൾ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതാണ്, എന്റെ അറ്റൻഷൻ മാറ്റുന്നതാണ്. എവിടെയാണ്? ക്രിസ്തുവിൽ നിന്ന് എന്റെ അറ്റൻഷൻ മാറ്റി എന്റെ വിഷയത്തെ, ഇവിടെയാണ് പലപ്പോഴും ദൈവമക്കളെ സൂക്ഷിക്കേണ്ടത്. പിശാച് നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നത് ഏറ്റവും വലിയ അതുകൊണ്ടാണ് പോൾ പറയുന്നത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നമ്മൾ പലപ്പോഴും അയ്യോ എനിക്ക് സാമ്പത്തികമായ കടഭാരമാണ്, ഞാൻ ആ വിഷയത്തെ നോക്കുക, ഞാൻ എവിടെ നോക്കേണ്ടതായിരുന്നു? ഞാൻ യേശുവിലോട്ട് നോക്കേണ്ടതായിരുന്നു. എന്റെ ശ്രദ്ധ മാറ്റുന്ന നോക്കിയേ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഈ കർത്താവിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറ്റുകയാണ്. എന്റെ ആരാധനയിൽ നിന്ന്. ചിലരോട് ചോദിക്കും, ഇപ്പൊ ആരാധനയിൽ എന്നാ വരാത്തെ? വന്നില്ലെന്നേ ഉള്ളൂ ബ്രദറെ. നോക്ക്, ഈ ആരാധനയിൽ നിന്ന്, എന്റെ ആരാധനയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാൽ മാത്രമേ അവൻ എന്നെ മോഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, നിന്റെ ആരാധനയിൽ നിന്ന് എന്നെ മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയേ, ഹീസ് ലുക്കിംഗ് ടു റോബ് യു. നിങ്ങളെ മോഷ്ടിക്കാൻ നോക്കുകയാണ് അവൻ. നിങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തി അവൻ അകത്ത് നിൽക്കുന്നവനെ നോക്കിയേ, തീക്കകത്ത് നിൽക്കുന്നവനെ തൊടാൻ പറ്റുമോ? തീക്കകത്ത് നിൽക്കുന്നവനെ ഒരുത്തനും തൊടാൻ പറ്റത്തില്ല. ഈ തീക്കകത്ത് അങ്ങ് നിന്നോണം. ഈ തീക്കകത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ടോ? നിന്നെ മോഷ്ടിക്കാൻ പിശാച് പദ്ധതി ഇട്ടിട്ടുണ്ട്. അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ഇതാണ് ഈ ഫയറി ഡാർട്സ് എന്ന് പറയുന്നത്, ദുഷ്ടന്റെ തീയമ്പുകൾ എന്ന് പറയും. നോക്കിയ, തീയമ്പുകളെ ഒക്കെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. നോക്കി, ആ തീയമ്പുകളെ കെടുത്താൻ പറ്റും. എങ്ങനെയാ? അവിടെയെല്ലാം ഞാൻ ഫെയ്ത്ത് വിളിച്ചു പറയും, ഞാൻ വിശ്വസിക്കുന്ന വിളിച്ചു പറയും, ഞാൻ എനിക്ക് വേണ്ടിയത് വിളിച്ചു പറയും, ഞാൻ എനിക്ക് കാണേണ്ടത് കാണുന്നത് വിളിച്ചു പറയത്തില്ല, കാണേണ്ടത് വിളിച്ചു പറയും. വാട്ട് ഐ വാണ്ട് ടു സീ. കാണുന്നത് ചിലപ്പോൾ ഭയങ്കര കുഴപ്പം പിടിച്ചതായിരിക്കും, കാണുന്നത് ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം എതിരായിട്ട് നിൽക്കുന്നതായിരിക്കും. അതല്ല ഞാൻ വിളിച്ചു, അയ്യോ കഷ്ടമായിപ്പോയി, ഇനി എന്നാ ചെയ്യുന്ന, ആരുമില്ല എന്നെ സഹായിക്കാൻ. അങ്ങനെയല്ല ഞാൻ വിളിച്ചു പറയുന്ന എന്റെ വാക്ക് ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. ആയാൽ കർത്താവ് എനിക്ക് തുണ. അവിടെ എന്ത് ചെയ്യും? ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ അവിടെ വിളിച്ചു പറയും. നോക്കിയാൽ ആ എഫെസ്യ ലേഖനം മുഴുവൻ നോക്കിയ സാധ്യതകളാണ്. ആദ്യത്തെ 2-3 അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഒരു ജയാളിയായ വ്യക്തിയാണ്. നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്, നിങ്ങളെ ദൈവരാജ്യത്തിലാക്കി വെച്ച് അവനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ്. യു ലാക്ക് നത്തിങ്. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എല്ലാം ഉണ്ട്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തമായ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധിക്കും. പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. എനിക്കൊരു കഴിവില്ല, ഉണ്ട്. നിങ്ങൾ ഒത്തിരി പൊട്ടൻഷ്യലാണ്, നിങ്ങൾക്ക് ഒത്തിരി കഴിവുണ്ട്. നിങ്ങളെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കണ്ണ് തുറന്ന് തല ഉയർത്തിപ്പിടിച്ചൊന്ന് നോക്കിക്കേ. കർത്താവിലൊന്ന് ബലപ്പെട്ടെ, ഒന്ന് ശക്തിപ്പെടട്ടെ, അഭിഷേകത്തിൽ ഒന്ന് നിറഞ്ഞേ. ഇറ്റ് വിൽ കം ഔട്ട്. അകത്ത് കർത്താവ് വെച്ചിരിക്കുന്ന സാധനം പൊട്ടി അത് വെളി വരിക തന്നെ ചെയ്യും. അപ്പൊ ഫയറി ഡാർട്ട്, ശ്രദ്ധ മാറ്റുന്നത്. കർത്താവിൽ നമ്മുടെ ശ്രദ്ധ പയ്യെ അമ്പയിലോട്ട് പോകും. നമ്മുടെ ശ്രദ്ധ പയ്യ വിഷയത്തിലോട്ട് പോകും.
പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. വേറൊരു സംഭവമുണ്ട്. നീ പോയിട്ട് എന്നായി, നിനക്ക് വല്ലതും കിട്ടിയോ? നുണയാ. എനിക്ക് കിട്ടിയത് ഏറ്റവും, അവൻ എന്നെ നീതീകരിച്ചു. ഓൾ മൈ സിൻസ് ആർ ഫോർഗിവൺ. എനിക്ക് അത്രയും വലിയ ഇത് നോക്ക്, ഇത് വേറെ എങ്ങും കിട്ടത്തില്ല. അവനിൽ കൊലോസ്യ ലേഖനക്കാരൻ പറയാണ്, അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ട്. ഇത് ഇവിടെ വേറെ കിട്ടും, ഇത് ലോകത്തിൽ എങ്ങും കിട്ടത്തില്ല. നിനക്ക് എന്നാ കിട്ടി? കള്ളം, നുണ. പിശാച് പറയുന്ന ഏറ്റവും വലിയ നുണ. അവന്റെ നുണയപ്പെട്ടു പോകരുത്, അവന്റെ കള്ളങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നോക്ക്, എന്തിനാ ഈ കള്ളം എല്ലാം പറഞ്ഞിട്ട് വേണം എന്നെ പുറത്തിറക്കാൻ? ചേർന്ന് നിന്നോണം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടെന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു. ഇവിടെ താഴോട്ട് പറയുകയാണ്, നോക്ക്, ദുഷ്ടന്റെ തീയമ്പ്. അടുത്ത വാക്യം, 17-ാം വാക്യം, രക്ഷയെന്ന ശിരസ്ത്രവും. പ്രൊട്ടക്ട് യുവർ ഹെഡ്. നമ്മൾ ഈ ലോകത്ത് തന്നെ ഹെഡ് പ്രൊട്ടക്റ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ആൾക്കാർ പോകും അല്ലെ? ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കണം. എന്തിനാ? തല സൂക്ഷിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയാ മഹത്വം ഇറങ്ങുന്നത്. ഒരു തീ പോലെ അവരുടെ തലയ്ക്ക് മേളിൽ പിളർന്ന നാവുകൾ വന്നു, തീ പോലെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? തല സൂക്ഷിക്കണം. എവറിത്തിങ് ഇസ് പ്രോസസ്ഡ് അല്ലെ? ഈ തലയ്ക്കകത്ത് എല്ലാം. ഇവിടെ ദൈവവചനം പറയുകയാണ്, രക്ഷ എന്ന ശിരസ്ത്രവും. എന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ലേ? രക്ഷിക്കപ്പെടണം. യേശുവിനെ സ്വീകരിച്ചിട്ടില്ലേ? യേശുവിനെ സ്വീകരിക്കണം. യേശുവിനെ എങ്ങനെയാ സ്വീകരിക്കുന്നത്? സിമ്പിളാ. ഇത് നോക്കി, ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ടാണ് പാട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കറങ്ങി, അങ്ങനെ നടന്ന്, ഇങ്ങനെ ചെയ്ത്, ഒരു 50 ദിവസം ഫാസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ജഡത്തിന് എന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടം. ശരീരത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത്. നോക്ക്, ഇതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. മോസ്റ്റ് സിമ്പിൾ. യേശു എന്റെ ഉള്ളിലോട്ട് വരണം എന്ന് പറഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ അന്നേരം പേരെഴുതി വെച്ചു. നെയിം ഹാസ് ബീൻ റിട്ടൺ. അതിന്റെ അകത്തുനിന്ന് ഒരാൾ വിചാരിച്ചാൽ പോലും ദൈവവചനം പറയാണ്, നിങ്ങളുടെ പേര് പോലും മായ്ക്കാൻ പറ്റത്തില്ല. രക്ഷ എന്ന ശിരസ്ത്രം, അതാണ് മോസ്റ്റ് പവർഫുൾ തിങ്. രക്ഷ എന്ന ശിരസ്ത്രം. ഇവിടെ എഴുതിയിരിക്കുക, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും. അതാണ് ഏറ്റവും കൂടുതൽ പ്രൈസ്, ഏറ്റവും ശക്തിയേറിയ ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്. നോക്ക്, എപ്പോഴും ഈ നമ്മുടെ വെപ്പൺ, ഹാൻഡി വെപ്പൺ എന്ന് വേണേ പറയാം. ഭയങ്കര എപ്പോഴും നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നത് പോലെ ഒരു ഹാൻഡി വെപ്പണാണ് ദൈവത്തിന്റെ വചനം. ഏത് വിഷയത്തിന്റെ അകത്തും കർത്താവിന്റെ വചനം അങ്ങോട്ട് അയച്ച്, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കും. ദൈവം ഉപയോഗിക്കണം. യേശു വചനം ഉപയോഗിച്ചു. സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞപ്പം അവിടെ എഴുതിയിരിക്കുക, അവൻ വിട്ടുപോയി അല്പകാലം, പിന്നെ തന്ത്രമൊക്കെ ആയിട്ട് വരും. ഈ ലോകത്തിന്റെ അവസാന ദിവസവും വരെ പിശാച് വി വിൽ ബി ട്രൈഡ് ഇൻ മെനി തിങ്സ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമൊക്കെ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പം ഓരോ ദിവസവും അത്ഭുതങ്ങളായിരുന്നു. ഐ വാസ് സോ മച്ച് എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു രസം, എന്നാ രസമാണ് ജീവിതം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായി, വെല്ലുവിളികളും വന്നു. പക്ഷെ അവിടെ എല്ലാം കേൾക്കുന്ന വചനം, ഓരോ ദിവസവും കേൾക്കുന്ന തങ്കുബ്രദറും തോമസ് ഉടുവറും ഒക്കെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ എന്നാ പറയുന്നത്, ഈ ആഹാരത്തിനായിട്ട് ഇരിക്കുന്ന പോലെ ഇതിന്റെ മുമ്പിൽ വന്നിരുന്നോണ്ടിരുന്നത്. ഓരോ ദിവസവും ഒരു ഞായറാഴ്ച കിട്ടുന്ന ആഹാരം ആഴ്ച മുഴുവൻ നടത്തും. ആ ആഴ്ച മുഴുവൻ ഫേസ് എന്തുമാത്രം ഇഷ്യൂസിലൂടെയൊക്കെ കടന്നു പോയെന്നറിയോ? 69 കേസ് ഉണ്ടായിരുന്നു, എനിക്ക് 25 അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇത് 1999 കാര്യമാണ് ഈ പറയുന്നത്. ഭയങ്കര എന്നും സൂയിസൈഡ്. ഞങ്ങളുടെ വീട്ടിൽ എന്നും സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനവുമില്ല. കുടുംബജീവിതം തകർന്നു. ഷീന 2 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അങ്ങനത്തെ അവസ്ഥകളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷെ ആ കേൾക്കുന്ന ഓരോ വചനവും ഭയങ്കര ആഹാരമായിരുന്നു.
ആദ്യമൊക്കെ ചെന്നപ്പോൾ ഷിനായെ കർത്താവ് സൗഖ്യമാക്കി. പെട്ടെന്ന് തന്നെ എന്റെ മദ്യപാനം ചില ആഴ്ചകൾ കൊണ്ട് എന്റെ മദ്യപാനം മാറി. നോക്ക്, ബിസിനസ്സിന് വേണ്ടി അത്ഭുതകരമായ വഴികൾ കർത്താവ് തുറന്നു. തകർന്ന അതേ ബിസിനസ്സിന് വീണ്ടും തുടങ്ങാനുള്ള വഴി. അങ്ങനെയാ കോഴഞ്ചേരി പട്ടണത്തിൽ വന്നേ. എന്റെ വീട് കോട്ടയത്താണ്. ഞാൻ കോഴഞ്ചേരി പട്ടണത്തിൽ അങ്ങനെയാ വന്നേ. വഴി കർത്താവ് തുറന്നു. ഇതെല്ലാം ഭയങ്കര സ്പീഡാണ്. പക്ഷെ മുമ്പോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ചില ചലഞ്ചസും എന്റെ ജീവിതത്തിൽ വന്നു. അവിടെ നോക്കിക്കേ, ദൈവവചനം, ദ വേർഡ്, അവിടെ അന്ന് വിശ്വസിച്ച് ഓരോ കാര്യവും നോക്ക്. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്നും ആത്മാവിന്റെ വാളും. എന്റെ ഹാൻഡി വെപ്പണാണ് ദൈവവചനം. എപ്പോഴും ഈ നോക്ക്, അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവവചനം എന്ന എല്ലാറ്റിനും മീത് ദുഷ്ടന് ദൈവവിശ്വാസം എന്ന പരിചയമെടുത്ത് നിൽപ്പി. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. അപ്പൊ ദൈവവചനം എന്ന് പറയുന്നത് വെപ്പണ, ഹാൻഡി വെപ്പണാണ്. എപ്പോഴും എവിടെയും ഉപയോഗിച്ച് ആ വചനം അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. നിന്റെ വീടിന്റെ അകത്ത് പറഞ്ഞു വിട്ടെ, നിന്റെ ബിസിനസിന്റെ അകത്ത് പറഞ്ഞു വിട്ടെ, സാമ്പത്തിക ആവശ്യത്തിന്റെ അകത്ത് പറഞ്ഞു വിട്ടെ. ഞാൻ എപ്പോഴും ചിലരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളൊരു വചനം ഒന്ന് കണ്ടുപിടിച്ച് ആ വചനം നിങ്ങൾക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നതാണ്. അയക്കപ്പെടുന്ന വചനം അത് ക്രിയ ചെയ്യാതെ ഒരിക്കലും അത് മടങ്ങി വരത്തില്ല. ഇറ്റ് വിൽ നോട്ട് കം ബാക്ക് വോയിഡ്. വെറുതെ അത് മടങ്ങി വരത്തില്ല. വചനം അയച്ചിട്ടുണ്ടോ, ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നോക്ക, ആ വചനം എടുത്ത് അവിടെ പറയുന്ന വാക്ക്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും, കയ്യിലെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഇറ്റ്. ഇവിടെ 6 കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. 7ാമതൊരു കാര്യം കൂടെ, ഞാൻ ഇതിന്റെ അകത്തുനിന്ന് 7ാമതൊരു കാര്യം കൂടെ. എന്നിട്ട് 18ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും പ്രാർത്ഥന. എപ്പോഴാ? ഏത് നേരത്തും, നിർത്താതെ, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഏത് നേരത്തും പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. നോക്കിയേ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനാണ് ദൈവവചനം എന്നെ ഓർപ്പിക്കുന്നത്. പ്രേ വിത്തൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. സമയം കിട്ടും. വായിൽ സ്തോത്രം വേണമെന്നേ, വായിൽ സ്തുതി വേണം. അന്യഭാഷയൊക്കെ കർത്താവിനോട് ചോദിക്കണം. ഇല്ലാത്തവർ അന്യഭാഷ ചോദിക്കണം. അന്യഭാഷകളിലൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എഞ്ചിൻ ഓൺ ആകുന്നത് പോലെയാണ്. എഞ്ചിൻ ഓൺ ആയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ പവർ എന്നതായിരിക്കും. അകത്ത് ഓൺ ആകുകയാണ്. നോക്കിയാൽ അതിന്റെ പവറാണ് നമ്മൾ പെന്തക്കോസ്ത് നാളിൽ കണ്ടത്. അവരെല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് പട്ടണത്തിലോട്ട് അടിച്ച് തകർക്കുകയാണ് അവർ ചെയ്തത്. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് അങ്ങോട്ട് നിന്നപ്പോൾ ഓടിയ പാർട്ടിയാണ്. അപ്പം ഈ അന്യഭാഷയിലൊക്കെയുള്ള പ്രാർത്ഥന അസാധാരണമായ ധൈര്യം തരുന്ന പ്രാർത്ഥനയാണ്, ബലം തരുന്ന പ്രാർത്ഥനയാണ്, ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള കൃപ തരുന്ന പ്രാർത്ഥനയാണ്. സോ പ്രേ വിതൗട്ട് സീസിങ്. 7ാമതൊരു കാര്യം പറയുന്നത് പ്രാർത്ഥന, പ്രയർ. ഡോണ്ട് സ്റ്റോപ്പ് പ്രേയിങ്. പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമ്മൾ പോലും അറിയാതെ മെറ്റീരിയൽ പ്രയർ ആയി മാറിയിട്ടുണ്ട്. മെറ്റീരിയൽ പ്രയർ അല്ല. നമ്മുടെ കർത്താവേ എനിക്ക് ഇനി ആവശ്യമുണ്ട്, എനിക്ക് വീട് കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്ക് കാറ് കിട്ടിയേ പറ്റത്തുള്ളൂ, ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. അതല്ല പ്രാർത്ഥന. ചോദിച്ചോ, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ കർത്താവ് പറഞ്ഞു. ചോദിച്ചോ, കുഴപ്പമില്ല. അതിനുവേണ്ടി അയ്യം വിളിച്ച് നിലവിളിച്ച് ദുഃഖിച്ചൊന്നും കരയണ്ട. ദൈവവചനം FC ലേഖനം പറയാം, ഇറ്റ്സ് ഗിവൺ. എന്നെ അഡോപ്റ്റ് ചെയ്തതാണ്, ദത്തെടുത്തതാണ്, തെരഞ്ഞെടുത്തതാണ്. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അവിടെ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അവിടെ ഈ അഡോപ്റ്റഡ് ആണ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥന ഇറ്റ് ഈസ് ഡിഫറെന്റ്. സാധാരണ ലോകം പ്രാർത്ഥിക്കുന്ന പോലെയല്ല അവര് പ്രാർത്ഥിക്കുന്നത്. അവർ ലഭിച്ച മോഡിൽ നിന്നുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതല്ലേ വിശുദ്ധന്മാരിൽ നിങ്ങൾക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം ഒന്ന് കാണാൻ, കിട്ടാനല്ല പ്രാർത്ഥന, കിട്ടിയത് ഒന്ന് കാണാൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
നോക്കിയേ, ഓൾറെഡി യു ആർ ബ്ലെസ്ഡ്. അതൊന്ന് കാണാൻ പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സ്റ്റൈല് മാറുകയാണ്. പോരാടി പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ എഞ്ചിൻ ഓൺ ചെയ്ത് പ്രാർത്ഥിക്കണം. വലിയൊരു ഇഷ്യൂ നടക്കുക ദേശത്ത്, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ രാജ്യത്ത് വലിയൊരു ഇഷ്യൂ നടക്കുക, പ്രാർത്ഥിക്കണം. പ്രേ ഫോർ യുവർ കൺട്രി, പ്രാർത്ഥിക്കണം. അവിടെയൊക്കെയാണ് വാളെടുക്കേണ്ടത്. നോക്കിയേ, ഈ പോരാട്ടം മനുഷ്യരോടല്ല, ആ വാളല്ല, പ്രാർത്ഥനയുടെ വാൾ. അകത്തുനിന്ന് ആത്മാവിന്റെ വാള്, ആത്മാവിന്റെ ആ കത്തൽ അകത്തുനിന്ന് ഉണ്ടാകണം. മറ്റുള്ളവരുടെ വിഷയം നിങ്ങളുടെ വിഷയമാക്കിയെടുത്ത് പ്രാർത്ഥിക്കണം. പോരാടി പ്രാർത്ഥിക്കണം. രാത്രി പകലാക്കി പ്രാർത്ഥിക്കണം. മുട്ടയിലിരിക്കണം. ഇല്ല, നടക്കത്തില്ല. എന്റെ സഹോദരന്റെ ജീവിതത്തിൽ ഞാനിത് അനുവദിക്കത്തില്ല, എന്റെ സഹോദരിയുടെ ജീവിതത്തിൽ ഞാനിത് അനുവദിക്കത്തില്ല. ഇല്ലെന്നേ, നടക്കത്തില്ല. പിടിച്ചെടുക്കണം. നിങ്ങളുടെ പ്രാർത്ഥന പിടിച്ചെടുക്കുന്ന പ്രാർത്ഥനയായിരിക്കും. ഷുഡ് കോൺകർ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുത്തി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് അൺലോക്ക് ദ പ്രോമിസ് ഓഫ് ഗോഡ്. പൂട്ട് തുറക്കുന്ന പോലെയാണ്. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ തുറന്നെടുക്കുന്നതാണ് ഞാൻ പ്രാർത്ഥന. എന്റെ കയ്യിലോട്ട് ഞാൻ പിടിച്ചു മേടിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ പിടിച്ചു മേടിക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞത് നോക്കി, എന്റെ ആരാധനാലയം, എന്റെ ആലയം പ്രസംഗത്തിന്റെ ആലയമാകുമെന്നല്ല പറഞ്ഞത്, പാട്ടിന്റെ ആലയമാകുമെന്നല്ല പറഞ്ഞത്. ഇറ്റ് വിൽ ബി ഹൗസ് ഓഫ് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇറ്റ് വിൽ ബി ഹൗസ് ഓഫ് പ്രയർ. പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥിക്കാൻ പോകും. സോ ഇന്ന് പകൽ നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് എടുക്കേണ്ടത് എടുത്തുകൊണ്ട് ദൈവം സ്പിരിച്വൽ വെപ്പൺസ് ആണ് ദൈവമക്കൾക്കുള്ളത്. നമുക്ക് മനുഷ്യരോടൊന്നും വിരോധമില്ല. അവർ ചെയ്യുന്നു, അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിന്റെ പ്രവൃത്തികളോടെ, ഇരുട്ടിന്റെ അധികാരങ്ങളോടെ. അതിനെ എതിർക്കണം. അതിനെ എൻ്റെ പ്രയർ റൂമിലാണ് ഞാൻ ഇറക്കുന്നത്. ഐ വിൽ നോട്ട് ഫൈറ്റ് വിത്ത്, ഞാൻ ജഡരക്തങ്ങളുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യത്തില്ല. മനുഷ്യരോടല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. എൻ്റെ ഫൈറ്റ് പിശാചിന്റെ പ്രവൃത്തികളോട്. ഞാൻ പറയട്ടെ, ഒരു വിക്ടറായിട്ട് ജീവിക്കാം. ഇതിൻ്റെ അകത്ത് മുഴുവൻ സാധ്യതകളുടെ പുസ്തകമാണ്, മുഴുവൻ സാധ്യതകളാണ്. ക്രിസ്തുവിൽ ഞാൻ നിങ്ങളും ജയാളികളാണ്. ഒന്നിനും തൊടാൻ പറ്റത്തില്ല. പുട്ട് ഓൺ ദി ആർമർ. പടച്ചട്ട ധരിക്കണം. വിശ്വാസം എടുക്കണം. ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. പിടിച്ചെടുക്കണം. തങ്കുബ്രദറിന്റെ ഒരു പാട്ടുണ്ട്, കോൺകറിങ് ടു കോൺകർ. പിടിച്ചെടുക്കണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന് ഞങ്ങളെ ഓർപ്പിച്ച കാര്യം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. താങ്ക് യു മൈ ഫാദർ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മനുഷ്യരോടല്ല ഞങ്ങൾക്ക് എതിർപ്പ്. ഞങ്ങൾക്ക് ഒരു ഇൻവിസിബിൾ വേൾഡ് ഉണ്ട്. ഒരു സ്പിരിച്വൽ വാർഫെയറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് അധികാരമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ തകർച്ച കൊണ്ടുവരുന്ന, ബിസിനസ്സുകളെ തകർക്കുന്ന, സാമ്പത്തികമായ വെല്ലുവിളികൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ പിന്നിൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സാമ്പത്തികമായി തകർക്കാൻ നോക്കുന്ന, മാർക്കറ്റ് കണ്ടീഷൻസ് മോശമാക്കുന്ന, നിങ്ങളൊരു കർഷകനാണോ, നിങ്ങളുടെ ക്രോപ്പ് നോക്കി നഷ്ടപ്പെടുത്തുന്ന, നമ്മൾ പറയും അത് മുഞ്ഞ കയറിയതാണ്, അത് ഇന്നത് വന്നതാണെന്നൊക്കെ നമ്മൾ പറയും, ഇന്ന കേട് വന്നതാണെന്നൊക്കെ പറയും. ക്രോപ്പ് ഇപ്രാവശ്യം കുറവാ. നോ, കുറയത്തില്ല. അതിനെ എതിർക്കുന്ന, അതിനെ തകർക്കാൻ നോക്കുന്ന എല്ലാ പൈശാചികമായ ബന്ധനങ്ങളെയും, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ പ്രവർത്തികൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ പൈശാചികമായ ബന്ധനങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അത്ഭുത വിടുതൽ എന്നോട് കർത്താവ് പറയുകയാണ്. സാമ്പത്തികമായ രംഗങ്ങളിൽ വലിയൊരു എക്സലിംഗ് ഉണ്ടാകുകയാണ്,
വലിയൊരു മുന്നേറ്റം ഉണ്ടാകുകയാണ്, വലിയൊരു വിടുതൽ സംഭവിക്കുന്നു. എന്തൊക്കെ വീഴുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ സകല പ്രവർത്തികളും അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ വീടുകളെ കർത്താവ് തൊടണമേ, കുടുംബജീവിതങ്ങളെ കർത്താവ് തൊടണമേ. യേശുവിന്റെ നാമത്തിൽ ശാരീരികമായ എല്ലാ രോഗാവസ്ഥകളും എന്നെ ചില വീടുകൾ കർത്താവ് കാണിക്കുകയാണ്. ഒരാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അങ്ങനെ വീടുകളെ തകർക്കാൻ നോക്കുന്ന രോഗമിട്ട് അനാരോഗ്യമിട്ട് വീടുകളെ തകർക്കാൻ നോക്കുന്ന ദുഷ്ടബന്ധനങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയാൻ കൽപ്പിക്കുന്നു. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. അന്യായമായ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, വീടുകൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവികമായ സ്വസ്ഥത, സമാധാനം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഒരു സമാധാനവും ഇല്ലാത്ത വീടുകൾ യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ വലിയ വഴക്കായിട്ട് എന്നെ കർത്താവ് കാണിക്കുകയാണ്. ഒരു വാക്ക് പറയുമ്പോൾ വലിയ വഴക്കായിട്ട് മാറുന്ന ചില വീടുകളുടെ അന്തരീക്ഷത്തെ എന്റെ കർത്താവ് മാറ്റുകയാണ്. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, യേശുവിന്റെ നാമത്തിൽ. ആ വിഷയമായിട്ട് കാണുന്ന വ്യക്തിയെ കൈയൊന്ന് ഉയർത്തി ഒന്ന് അനുഗ്രഹിച്ച്, യേശുവിൻ നാമത്തിൽ ആ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. വിടുവിച്ച വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. So put on the armor of God. കർത്താവിന്റെ സർവായുധ വർഗം ധരിച്ചു. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. സോ റിജോയ്സ് ഇൻ ദ ലോർഡ്. കാരണം എനിക്ക് ഈ വചനം മുഴുവൻ ഞാൻ നോക്കുമ്പം ഇത് മുഴുവൻ സാധ്യതകളാണ്. എനിക്ക് തന്നിരിക്കുന്നത്. എന്റെ തല ഒരിക്കലും താഴത്തില്ല. Praise the Lord. So I will excel in every area. So God bless you. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷെയർ ദ വീഡിയോ ടു ദ മാക്സിമം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ടു മെനി പീപ്പിൾ. തകർന്നു കിടക്കുന്ന ഒരാൾക്ക് ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച വാക്ക്. സോ അത് ഷെയർ ചെയ്തേ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ വീട് ഏറ്റവും ബ്ലെസ്സഡ് ഹൗസായി മാറട്ടെ. God bless you. Have a wonderful day. God bless you. ഒന്നിനും നോക്കരുത് കേട്ടോ. എവിടെ ഇറങ്ങി പുറപ്പെട്ടാലും പ്രൈസ് യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് പോയാൽ മതി. എന്ത് ചെയ്താലും എന്റെ നാമത്തിൽ ചെയ്യാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. So God bless you. Have a wonderful day. God bless you. See you tomorrow same time. ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. God bless you.